ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട്ടുകായലിലെ ചേർത്തല കൂമ്പേൽ കടവിലേക്ക് 13-കാരനായ ദേവജിത്ത് ഇറങ്ങുമ്പോൾ സമയം രാവിലെ 8:27. പിന്നെ കായലിൻ്റെ ഏറ്റവും വീതിയേറിയ 9 കിലോമീറ്റർ ദൂരം പിന്നിട്ട് വൈക്കം സ്വദേശി കൂടിയായ ദേവജിത്ത് വൈക്കം ബീച്ചിലേക്ക് നീന്തി കയറിയത് റെക്കോർഡിലേക്കാണ്. 1 മണിക്കൂർ 47 മിനിറ്റ് സമയമെടുത്താണ് അതുല്യ നേട്ടം സ്വന്തമാക്കിയത്. ഉദയനാപുരം അമ്പലെഴുത്തു വീട്ടിൽ സജീവ് കുമാർ സവിത ദമ്പതികളുടെ മകനാണ് ദേവജിത്ത്. മൂവാറ്റുപുഴയാറിലെ കുത്തൊഴുക്കിൽ കോച്ച് ബിജു തങ്കപ്പൻ്റെ നേതൃത്വത്തിൽ 6 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ദേവജിത്ത് ഈ ചരിത്ര നേട്ടം കൈവരിക്കുന്നത്. ചേർത്തല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സലിം അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈക്കം ബീച്ചിൽ നീന്തിക്കയറിയ ദേവജിത്തിനെ ചേർത്തല ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പ്രേംനാഥിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പറയുമായിരുന്നു, വൈക്കംകാരെ കൂടി ഉൾപ്പെടുത്തണം, വൈക്കംകാർ വേണം, ഒരു വൈക്കത്തെ കുട്ടി എങ്കിലും വേണമെന്ന്. തീർച്ചയായും എനിക്ക് അഭിമാനമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വൈക്കംകാരന് നമ്മുടെ അഭിമാനമായിട്ട് നമ്മുടെ മണ്ണിൽ ഒരു വൈക്കംകാരനിങ്ങനെ കയറി വന്നപ്പോൾ വിജയശ്രീലാളത്തിനായി ഏറ്റവും 11 കിലോമീറ്റർ താണ്ടി എൻ്റെ കുഞ്ഞിവിടെ എത്തിയപ്പോൾ തീർച്ചയായും മകനെ, നിനക്ക് ദൈവം നല്ലത് മാത്രം മിടുക്കനാകും. നീ ഇനി റെക്കോർഡുകൾ ഭേദിക്കും. വൈക്കത്തിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടിയുടെ പേരും കൂടി ചേർക്കും എന്നും വൈക്കത്തെ അഭിമാനമായി നീ മാറും എന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ആദ്യത്തെ വൈക്കംകാരൻ ഞങ്ങളെ സംബന്ധിച്ച് കുട്ടികളെന്ന് പറയുമ്പോൾ അമ്മമാർക്കൊക്കെ ഭയങ്കര സ്നേഹമല്ലേ. കാരണം 13 വയസ്സുള്ള ഒരു മോൻ്റെ അമ്മ കൂടിയാണ് ഞാൻ. അന്നേരം നമ്മുടെ കൊച്ചിനെ വെള്ളത്തിൽ കളിക്കാൻ വിടാൻ നമ്മൾ എന്തോരം പേടിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഇന്നലെ ടൂറിന് പോയപ്പോഴും ഞാൻ പ്രത്യേകം പറഞ്ഞു, വെള്ളത്തിലൊന്നും കയറാൻ. സിനിമാ നടൻ ചെമ്പിൽ അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. വേമ്പനാട്ടുകായലിൻ്റെ ആഴം എത്രത്തോളം എന്ന് ഇതുവരെ അളന്ന് തിട്ടപ്പെടുത്തിയായിട്ട് എനിക്കറിയില്ല. എങ്കിലും കക്കാവാരുകാരുടെ ആ തൊഴിലാളികൾ അവർക്ക് നിന്ന് കക്കാവ് വാരാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് മാത്രമാണ് കാലെത്തുന്ന സ്ഥലം. ബാക്കി ആരും നടന്നു കണ്ടിട്ടില്ല. എൻ്റെ അറിവിൽ വേമ്പനാട് കായൽ ഭയങ്കര ആഴം കൂടിയ ഒരു കായലാണ്. വൈക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ T പ്രതാപ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PJ സുനിൽ, പൂന്തോട്ട സ്കൂൾ പ്രിൻസിപ്പൽ അനൂപ് സോമരാജൻ, ആൽവിൻ ജോർജ് അരയത്തേൽ, PGM നായർ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായി ഞങ്ങൾ ഓരോ വേദിയിലും നഗരസഭാ അധ്യക്ഷ പലപ്പോഴും നമ്മുടെ കോച്ചിനോട് പറയും, വൈക്കംകാർക്ക് ഒരു അവസരം നൽകിക്കൂടെ എന്ന് കോച്ചിനോട് പറയും. ആദ്യമായി വൈക്കത്തുകാരൻ ഇങ്ങനെ ഒരു വേമ്പനാട്ട് കായലിൽ നീന്തിക്കിടന്ന പ്രിയപ്പെട്ട ഈ കൊച്ചുമോനെ വൈക്കത്തെ നഗരസഭയ്ക്കും പൗരാവലിക്കും വേണ്ടി അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം നിയോഗിക്കുകയാണ്. 22 കുട്ടികളെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന് പ്രാപ്തരാക്കിയ ഡോൾഫിൻ അക്വാറ്റിക് കോച്ച് ക്ലബ് ബിജു തങ്കപ്പനെയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് K സൈനുവിനെയും ചടങ്ങിൽ ആദരിച്ചു. വൈക്കം ജ്യോതി ഓയിൽ സ്റ്റോഴ്സ് ഡോൾഫിൻ അക്വാറ്റിക് ക്ലബിന് ലൈഫ് ജാക്കറ്റുകൾ ചടങ്ങിൽ കൈമാറി. ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരടക്കം നിരവധി പേർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.